വസീഫ്, ഇപ്പോൾ PV അൻവറിന്റെ ഫോക്കസ് മാറിയതിന്റെ ഒരു ആശ്വാസം CPM-നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അൻവർ ഇപ്പോൾ നിരന്തരം പിണറായി സത്തിനെതിരായ പോരാട്ടം മാറ്റിവെച്ചപ്പോൾ കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുമുള്ള ഈ നാടിൻ്റെ ഒരു പോരാട്ട വിജയമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണാൻ പോകുന്നത്. അതിനകത്ത് അവർക്ക് ആർക്ക് വേണമെങ്കിലും കൂടാം. അതിലിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് SDPI, BJP, ജമാഅത്തെ ഇസ്ലാമി, ഈ പറയുന്ന കക്ഷി എല്ലാവരും കൂടി വരും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് SDPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നു. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഒരു വശത്ത് അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തെ എങ്ങനെ അതിജീവിക്കാം, മറികടക്കാം എന്നുള്ള ആലോചനകളാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. നാടിൻ്റെ മുന്നേറ്റത്തിന്, വികസനത്തിനുള്ള വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മഴവിൽ സഖ്യം എന്നുള്ള പ്രയോഗമാണല്ലോ പാർട്ടി സെക്രട്ടറി നടത്തിയത്. മഴവിൽ സഖ്യത്തിനെതിരെ, ഈ പറയുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ എന്താണ് ഇത്ര താമസം? അയ്യോ, ആരാ പറഞ്ഞ താമസം ഉണ്ടെന്ന്? എന്നാ നോമിനേഷന്റെ ഡേറ്റ്? ശരി, നോമിനേഷന്റെ ഡേറ്റ് അനുസരിച്ചാണോ? 4 ദിവസമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് നല്ല ദിവസം. അപ്പോഴേക്കും അൻവറിന്റെ കാര്യത്തിൽ അൻവറിന്റെ ഒരു തീരുമാനം എടുക്കും, അതിനുശേഷം മതി എന്നാണോ? അങ്ങനെ പറഞ്ഞോ? അല്ല, ഞാൻ ചോദിക്കുക, എന്റെ ചോദ്യമാണ്. ഞങ്ങൾ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്തിനാ നിങ്ങളിങ്ങനെ അസ്വസ്ഥനാവുന്നത്? ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ഈ പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഇവിടെ അവരിപ്പോൾ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ ഇവരിങ്ങനെ ഉന്തും ബഹളമായിട്ട് നിൽക്കുക. കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ലേ? ഇവിടെ ഓരോരുത്തരും കുപ്പായിട്ട് അങ്ങ് ഇറങ്ങുക സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ട്. അങ്ങനെ നടന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ കടമ്പ ഒന്ന് കടക്കണം എന്നൊരു ആലോചന നടത്തി അവർ ഒരാളെ അങ്ങ് പ്രഖ്യാപിച്ചതാണ്. അത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് നിലത്തടിക്കുന്ന സ്ഥിതിയിലേക്ക് ഇവിടെ അവർ തന്നെ കൊണ്ടുവന്ന ആൾ അൻവർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടു. വലിയ ആക്ഷേപം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അവർ നടത്തി. അത് വലിയ ക്ഷീണമാണ് കോൺഗ്രസിനുണ്ടാക്കിയത്. അതുമാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഈ മണ്ഡലത്തിൽ നിങ്ങളുടെ പ്രതിനിധികളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് സ്വകാര്യമായി ചോദിച്ചാൽ, പരസ്യമായി ഒരു പക്ഷേ അവർ പറയാൻ അവർക്ക് സാധിക്കില്ല. അവരോട് ചോദിച്ചാൽ അവർക്കറിയാം, അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി ഇവിടെ ഫിറ്റല്ല. ഈ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഈ മണ്ഡലത്തിലെ കോൺഗ്രസിന് പോലും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് മറ്റെന്തോ പ്രതീക്ഷിച്ച് ഇവിടെ അവതരിപ്പിച്ചത്. അത് ഏതായാലും അവരുടെ നീക്കം പാളി എന്നുള്ളത് നമ്മൾ കണ്ടു. അത് കരുതി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയി ഞങ്ങളെന്തോ പ്രശ്നം, ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിക്കുള്ള മാനദണ്ഡം എന്താണ്? വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരുങ്ങിയിട്ട് അവിടെ നിലമ്പൂരിൽ ഫിറ്റ് ആകാൻ എന്താണ് മാനദണ്ഡം? അതെല്ലാം ചില മാനദണ്ഡങ്ങൾ ഇവിടെ അൻവർ പറയുന്നുണ്ടല്ലോ. അല്ല, അതിനോട് CPM യോജിക്കുന്നുണ്ടോ? പൂർത്തിയാക്കട്ടെ, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അൻവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ CPM-ന് ഉണ്ടോ? അല്ല, രണ്ടുപേരേ ഉള്ളൂ. CPM-നും അൻവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളുണ്ടോ? അൻവറിന്റെ മാനവും അൻവറിന്റെ പിന്നിലും ഒക്കെ ആരാ ഉള്ളത് നമുക്കറിയാം. റിപ്പോർട്ടർ TVയുടെ പ്രത്യേക താല്പര്യം അൻവറുമായിട്ടുള്ള ഒരു വല്ലാത്ത താല്പര്യവും. അതെ, ഏത് മാനദണ്ഡമായാലും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്നതും ആവാം. അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ആരോപണം ഉന്നയിക്കായിരിക്കും വസീഫ്. കാരണം അൻവർ ഇപ്പോൾ ഒരു വാർത്താ വ്യക്തിയാണ്. അതിന്റെ ആയുസ് എത്രയാന്നുള്ളത് നിങ്ങളൊക്കെ കൂടി അങ്ങ് നിശ്ചയിക്കും. മാനദണ്ഡം ഞങ്ങൾക്ക് എന്തിനാ? അൻവർ ഇപ്പോൾ ഒരു വാർത്താ വ്യക്തിയാണ്. അതിന്റെ ആയുസ് നിങ്ങളെല്ലാം കൂടി അങ്ങ് നിശ്ചയിക്കും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു പ്രശ്നമാണോ? അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ മാനദണ്ഡമാണോ പ്രശ്നം? അൻവറിന്റെ വഴിക്ക് പോട്ടെ എന്ന്. അൻവറിന്റെ വഴി എന്നുള്ളത് പിണറായി സത്തിനെതിരായ പോരാട്ടം ഉണ്ട്, പിണറായി സത്തിനെതിരായ പോരാട്ടം എന്ന് ഞങ്ങൾ ഈ സമൂഹത്തിൽ വിശദീകരിച്ചു. ഒരു മിനിറ്റ് വസീഫ്, അൻവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ LDF UDF തമ്മിലല്ല മത്സരം, ചിലർക്ക് അൻവറിന് മാത്രമല്ല മത്സരം പിണറായിസവും ജനവും തമ്മിലാണെന്നാണ്. അത് നിങ്ങൾക്കാണ് വലിയ കാര്യം. ഈ അൻവറിസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊരു വലിയ കാര്യമായിട്ടൊക്കെ തോന്നും. ഞങ്ങൾക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവരെക്കാൾ വലിയവർ
ഇതിനേക്കാൾ എന്തൊക്കെ വലിയ ആക്ഷേപം ഉന്നയിച്ചു. കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തി കേരളത്തിലെ പിണറായി വിജയനെയും മുഖ്യമന്ത്രിയൊക്കെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണങ്ങൾ അയച്ചുവിടാനും ഒക്കെ എന്തൊക്കെ നടത്തി. എന്നിട്ട് ഈ ജനം ആ പിണറായി സത്തെയാണ് സ്വീകരിച്ചത്. ഈ ജനത്തിന് അതൊരു ആവേശമാണ്. ഈ കേരളത്തിൽ ഇച്ഛാശക്തിയോടുകൂടി വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമാകാൻ, ഈ നാടിൻ്റെ നായകനാവാൻ പിണറായിക്ക് ഒരിക്കൽ കൂടി അവസരം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച നാടായി നാട്. അത് തന്നെയാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്, ഈ നാട് പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ ഭയക്കുന്നതും. 3.0 ഇതാ അടുത്തത് വരാൻ പോകുന്നു. 3ാം തവണയും ഇടതുപക്ഷം വരും എന്നുള്ള ഭയമാണ് ഇവിടെ വലതുപക്ഷത്തിനുള്ളത്. അവരെ സഹായിക്കുന്ന ചില മാധ്യമങ്ങൾക്കും ആത്മവിശ്വാസം ഈ സെമി ഫൈനൽ എന്താണ് കാണാത്തത്? സെമി ഫൈനലിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വൈകുന്നത് സെമി ഫൈനലാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളത് എന്താ? ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി നേരത്തെ പറഞ്ഞു 30ാം തീയതി ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, ഞങ്ങൾ അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.